ആ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഒന്ന് വെല്ലുവിളി വല്ലതും? ഒന്നുമില്ല, വെല്ലുവിളി ഒന്നുമില്ല. സ്വീകാര്യതന് ഏറ്റവും കൂടുതലുണ്ട്. ആ വെല്ലുവിളികൾ സൃഷ്ടിച്ചുള്ള നമുക്കറിയാം ഒന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ തന്നെ ഉള്ള ക്ലിയറായിട്ട് നമ്മൾ വളരെ ഒപ്പം നിന്ന് നിൽക്കുകയാണ്. ഒരു വെല്ലുവിളിയും ഇല്ല. അതാണ് തെളിവ് കാണുന്നത്. ഏതായാലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. പൊന്നാനിയിൽ നമുക്കറിയാം മുൻ വഖഫ് ബോർഡ് ചെയർമാനായ MK സക്കീറാണ് LDFന്റെ സ്ഥാനാർത്ഥി. പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ ആരംഭിച്ചത്. മറ്റുള്ള പ്രചരണവും ഇപ്പോൾ തുടങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്തുകൊണ്ട് ഈ ഒരു നന്നായി പോകുന്നു. കാരണം ഇന്നലെ 5 മണിക്ക് നമ്മൾ അനൗൺസ്മെന്റ് വന്ന ഉടനെ തന്നെ പൊന്നാനിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ഒന്ന് ഞാൻ പങ്കെടുത്തുകൊണ്ടും മറ്റ് കാര്യങ്ങൾ 2 ഞാൻ പങ്കെടുത്തു. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പ്രചരണമാണ് ഇന്നലെ തുടക്കമിട്ട്. ആ തുടക്കം തന്നെ ഏറ്റവും വിജയകരമാണ്. നിങ്ങൾ കണ്ടു കാണും. വളരെ നല്ല രൂപത്തിൽ എല്ലാ ചാനലുകളും പ്രദർശിപ്പിച്ചിരുന്നു. ഏറ്റവും ടോപ്പ് ലെവലിലെ പ്രവർത്തനമാണ് ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രവർത്തനം ടോപ്പ് ലെവലിൽ എത്തിച്ചു. എന്ത് പറഞ്ഞാണ് ഇപ്പോൾ ഈ ആളുകളെ ജനങ്ങളിൽ നമ്മളെ വികസനത്തിൻ്റെ അടയാളങ്ങൾ പൊന്നാനിയുടെ ചൂണ്ടിക്കാണിക്കാനുള്ള കൃത്യമായ വികസനത്തിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്. അല്ലാണ്ട് വേറെ കഥകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ് പുതിയ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പുതിയതും പറയുന്നില്ല, സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പുതിയ ഒരാളായിട്ട് വരും. അല്ല, സ്ഥാനാർത്ഥിയാണ് പഴയ സ്ഥാനാർത്ഥി വരുന്നു. ആ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഒന്ന് വെല്ലുവിളി വല്ലതും? ഒന്നുമില്ല, വെല്ലുവിളി ഒന്നുമില്ല. സ്വീകാര്യതന് ഏറ്റവും കൂടുതലുണ്ട്. ആ വെല്ലുവിളികൾ സൃഷ്ടിച്ചുള്ള നമുക്കറിയാം ഒന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ തന്നെ ഉള്ള ക്ലിയറായിട്ട് നമ്മൾ വളരെ ഒപ്പം നിന്ന് നിൽക്കുകയാണ്. ഒരു വെല്ലുവിളിയും ഇല്ല. അതാണ് തെളിവ് കാണുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രചരണം? ഈ ഒരു 10-20 ദിവസം 22 ദിവസം മാത്രമേ ഈ പ്രചാരണത്തിനുള്ളൂ. ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും ഷുവർ സീറ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഈ പ്രചരണം എങ്ങനെയാണ് പൊതുവെ ഈ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്? നമ്മൾ ചിലപ്പോൾ കുറച്ച് പുതിയ കാല രീതികളുണ്ടല്ലോ, ഡിജിറ്റൽ മറ്റു കാര്യങ്ങൾ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ, അതുവഴി നമ്മൾ അത്തരം പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നു. അതൊന്നും എത്താതെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് കേട്ടുന്നില്ലേ? ഡിജിറ്റലായിട്ട് യാതൊന്നും വളരെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിൽ നേരിട്ട് ചെന്നും പ്രവർത്തകർ ചെന്നും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കഴിയുന്ന ചെയ്യും. 2 രീതി അവലംബിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ആരാണ്? അങ്ങനെ ഒരു ഇത് എനിക്കറിയാം. UDFന്റെ സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം വന്നോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് ഒരു ആരായാലും ജനാധിപത്യ പ്രക്രിയയാണ്. അതിനകത്ത് നമ്മൾ ആരോഗ്യപരമായ മത്സരം ആരായാലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ചിട്ട് ആണ് മുന്നോട്ട് വരേണ്ടത്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും ഈ ഇടതുപക്ഷത്തിന് ചെറിയൊരു മേൽക്കൈ മാത്രമാണ് ഇവിടെ. അതല്ല, ലോക്കൽ ബോഡി എന്നുള്ള രൂപത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അസംബ്ലി വരുമ്പോൾ കേരളത്തിന് മൊത്തം വികസനമാണ് അതിനകത്ത് പരിഗണിക്കപ്പെടുന്നത്. ഒരു പ്രതീക്ഷ എന്താണ് ഈ മണ്ഡലത്തിൽ? പ്രതീക്ഷ തന്നെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ജനവിഭാഗങ്ങളും അതോടൊപ്പം നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും തന്നെ രാഷ്ട്രീയ ഭേദമന്യേ വ്യക്തിപരമായും ഈ പൊന്നാനിയുടെ വികസനത്തിൻ്റെ മുന്നോട്ട് പോക്കിനും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയുമെന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ച് വിശ്വാസമാണ്. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? അല്ല, ഭൂരിപക്ഷം നമുക്ക് പറയാൻ പാടില്ലല്ലോ. ജയിക്കും എന്നൊരു വാക്ക് ആണ് അതിന് പാകം. മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിനെത്താനുള്ള സാധ്യത എല്ലാം നമ്മൾ അതിപ്പോൾ ഓരോ തീരുമാനങ്ങൾക്കനുസരിച്ച് വന്നാൽ നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഞാൻ ജനാധിപത്യ വിശ്വാസികളോട് നമ്മൾ വിജയത്തിൻ്റെ എത്തിച്ചു തരാനുള്ള അഭ്യർത്ഥന നടത്തണം. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ബക്രീദ് ആശംസകൾ നേരുന്നു, വിഷു ആശംസകൾ നേരുന്നു. എല്ലാം വരാനിരിക്കുകയാണ്. ഇതുതന്നെയാണ് ഈ സ്ഥാനാർത്ഥി പറയുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ LDFന്റെ ഏറ്റവും ഒരു കുത്തകമായുള്ള ഒരു കോട്ട കൂടിയാണ് പൊന്നാനി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ LDFനുള്ള മണ്ഡലമാണ്. മുൻ വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയാണ് MK സക്കീർ. മുഖ്യമന്ത്രി അടക്കം മറ്റുള്ള പ്രമുഖ നേതാക്കൾ ഈ പ്രചാരണത്തിന് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1 മലപ്പുറം.